ഹായ് കൂട്ടരെ, ഇന്നത്തെ സന്തോഷം എൻ്റെ ബന്ദിപ്പൂക്കളാണ്. മുറ്റം നിറഞ്ഞങ്ങനെ കളർഫുള്ളായി നിറഞ്ഞിട്ടുണ്ട്. ജൈവവളങ്ങളൊക്കെ ചേർത്തെത്തായി നട്ടതും കുറച്ച് വളർച്ചയെത്തിയപ്പോൾ പ്രൂൺ ചെയ്തതും ഒക്കെ നമ്മൾ കണ്ടതാണ്. പ്രൂണിങ് കഴിഞ്ഞതിന് ശേഷം പിന്നീട് ധാരാളം ബ്രാഞ്ചുകളായി, മുട്ടുകളായി. ഈ സമയം നമുക്ക് ബന്ദിക്ക് കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഫെർട്ടിലൈസർ ഉണ്ട്, 19-19. ഇത് നമുക്ക് 1 സ്പൂൺ അളവിൽ 1 ലിറ്റർ വെള്ളത്തിൽ ചേർത്ത് ഇലകളിലേക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം. ശരിക്കും നല്ലൊരു റിസൾട്ടാണ് കേട്ടോ ഇങ്ങനെ ഞാൻ യൂസ് ചെയ്തതിന് ശേഷം എനിക്കുണ്ടായത്. പിന്നീട് ഡാപ്പ് ഞാൻ ഇടയ്ക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ സ്യൂഡോമോണസ് 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ചുവട്ടിലേക്ക് ഒഴിച്ചു കൊടുത്തിരുന്നു. ഇത്രയൊക്കെ വളങ്ങളെ ഞാൻ ചെയ്തിട്ടുള്ളൂ നമ്മുടെ ബന്ദി ഇങ്ങനെ നിറഞ്ഞു നിൽക്കാൻ. എൻ്റെ മുറ്റം നിറയെ പൂക്കളാണ്. ഓറഞ്ചും മഞ്ഞയും നിറഞ്ഞ ബന്ദിപ്പൂക്കൾ മുറ്റം മനോഹരമാക്കിയിട്ടുണ്ട്. ദേ ഈ സുന്ദരീസൊക്കെ പ്രൂൺ ചെയ്തപ്പോൾ കിട്ടിയ തലഭാഗം നട്ടതാണ്. ഇതിലെല്ലാം നല്ല വലുപ്പത്തിൽ പൂക്കൾ ഉണ്ടായിട്ടുണ്ട്. ഇതിലൊരു വിഷമം ഉണ്ടെന്ന് പറഞ്ഞാൽ പൂക്കളുടെ വെയിറ്റ് കൂടുമ്പോൾ പൂക്കളെല്ലാം ഒടിഞ്ഞു പോകും. അങ്ങനെ കുറേ പൂക്കൾ ഒടിഞ്ഞു കിടപ്പുണ്ട്. അതൊരു സങ്കടമാണ്. അപ്പോൾ ഓണം കഴിഞ്ഞാലും ഓണത്തിൻ്റെ പ്രതീതിയൊക്കെ തീർത്ത് വർണ്ണ വസന്തം തീർത്ത് ബന്ദിപ്പൂക്കൾ എൻ്റെ മുറ്റം നിറച്ചുണ്ട്. പറഞ്ഞറിയിക്കാൻ കഴിയാത്ത മനോഹാരിതയാണ് കേട്ടോ ഇവരിങ്ങനെ നിറഞ്ഞു നിൽക്കുമ്പോൾ. എല്ലാവരും പറഞ്ഞു ഇതൊക്കെ പറിച്ചു കൊടുക്കാൻ നല്ല വില കിട്ടുമെന്ന്. നമുക്കതിനെവിടാ മനസ്സ്? ഒന്നുപോലും ഞാൻ പറിക്കാൻ തയ്യാറല്ല. അവരിങ്ങനെ നിൽക്കുന്ന കാലത്തോളം നിന്നോട്ടെ. ദേ ഈ ചട്ടികളിലൊക്കെ തലഭാഗം വെട്ടിവെച്ച ബന്ദികളാണ്. അവരും നിറച്ച് തന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ഈ ബന്ദി കൃഷി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇതുപോലൊക്കെ ചെയ്താൽ ഇതുപോലെ തന്നെ നിറയെ പൂക്കളും കിട്ടും.